let's go on to this evening. The highlight of this evening is that we have Mr. Prasad. We have Mr. Siva Prasad. He's an engineer hailing from Kottayam, now in Dubai since 2008. He graduated from Coimbatore Government College of Technology and postgraduate in business management from Indira Gandhi National Open University in New Delhi. He has 20 years of experience in manufacturing and project industry, executed several projects in oil and gas, utility transportation, water and infrastructure segments. Currently working as a project manager in a Dubai multinational company. His wife, she's a radiographer with Dubai Health Authority. They have 2 beautiful children, son in the 10th standard and daughter in the 5th. Mr. Siva Prasad enjoys music, movies, and traveling. He's also very active in social and cultural activities in UAE, United Arab Emirates. Mr. Siva Prasad will be presenting about business coaching, business training, and business opportunities and possibilities. Now, let me move on to Mr. Prasad. Over to you, Mr. Prasad. A very good evening. Very good evening, madam. Thank you for your nice words about me and a gorgeous smile also. Thank you very much. എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കണം ഉദിക്കയാണ് ആത്മാവിൽ 1000 സൗരമണ്ഡലം എന്ന് പാടിയ മഹാകവിയും ജ്ഞാനപീഠം ജേതാവുമായ പത്മശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ലൈഫ് ലൈനിന്റെ മൈൻഡ് പവർ ട്രെയിനറും ബിസിനസ് സ്ട്രാറ്റജിസ്റ്റും ബിസിനസ് കോച്ചും എൻ്റെ ഗുരുനാഥനും മെന്ററുമായ ഡോക്ടർ പി വിജയന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ 5 മാസമായി ഞാനും EEMലെ എൻ്റെ പാർട്ടിസിപ്പൻസും ലൈഫ് ലൈനും ചേർന്ന് നടത്തിയ റിസർച്ചിന്റെ ഫലങ്ങളാണ് ആശയങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇത്രയും ഒരു ബൃഹത്തായ പ്ലാറ്റ്ഫോം എനിക്ക് നൽകിയ ഡോക്ടർ പി വിജയനോടും ലൈഫ് ലൈനോടും എനിക്കുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് വേൾഡ് ഫുഡ് ഡേ ആണെന്ന് മാഡം പറഞ്ഞു കഴിഞ്ഞു. 16th October 1945 യുണൈറ്റഡ് നേഷൻസ് അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ സ്മരണാർത്ഥം എല്ലാവർക്കും നല്ല ഭക്ഷണം, നല്ല ഡയറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാനും ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാ വർഷവും ഫോർച്യൂൺ മാഗസിൻ ലോകത്തിലെ സമ്പന്നരായ ആൾക്കാരുടെ ലിസ്റ്റ് പുറത്തിറക്കാറുണ്ട്. 2020 ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചാറ്റിൽ ഇടാവുന്നതാണ്. ജാക്മ വിഷൻ ജെഫ് ബെസോസ്. യെസ്, ആമസോൺ എന്ന് പറയുന്ന ടെക് ജയന്റിന്റെ സ്ഥാപകനും സിഇഒയുമായ ജെഫ് ബെസോസ് ആണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യവസായി. അദ്ദേഹത്തിന്റെ നെറ്റ് വർത്ത് $175 ബില്യൺ ആണ്. 1 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കോടി എന്ന് പറഞ്ഞാൽ 17,500 കോടി US$. ഒരു അമേരിക്കൻ ഡോളർ ഏകദേശം 70 ഇന്ത്യൻ റുപ്പീസ് ആണ്. അങ്ങനെയാണെങ്കിൽ 17,500 ബില്യൺ എന്ന് പറയുന്നത് 12,25,000 കോടി ഇന്ത്യൻ രൂപയാണ്. എത്ര വലിയ സംഖ്യ അല്ലേ? നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഒരു കണക്ക് പറയാം. ഈ ഒരു ദിവസം ഒരാൾക്ക് 1 കോടി രൂപ വെച്ച് നൽകുകയാണെങ്കിൽ ഈ 12,25,000 കോടി രൂപ ചെലവഴിക്കാനായിട്ട് ഏകദേശം 3,325 വർഷങ്ങൾ വേണ്ടി വരും. ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് 70 മുതൽ 80 വർഷമാണ്. അപ്പൊ 100 വയസ്സിനെടുക്കാം. അങ്ങനെയാണെങ്കിൽ കൂടിയും ഇത്രയും രൂപ, ഇത്രയും കാശ്
ചെലവഴിക്കണമെങ്കിൽ അയാളുടെ 33 തലമുറകൾ വേണ്ടിവരും. എത്ര വലിയ സംഖ്യ അല്ലേ? പക്ഷെ ജെഫ് ബെസോസിന് മുന്നേ അമേരിക്കയിലെ ഒരു വലിയ വ്യവസായി ജീവിച്ചിരുന്നു. ജെഫ് ബെസോസിന്റെ കഴിഞ്ഞും 2 ഇരട്ടി മടങ്ങ് നെറ്റ്വർത്ത് ഉള്ള ഒരു വ്യവസായി. ജോൺ ഡേവിഡ്സൺ റോക്ക്ഫെല്ലർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 1839 അമേരിക്കയിലെ ന്യൂയോർക്കിൽ റിച്ചാർഡ് ഫോർഡ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജനിച്ചത് വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. ഒരു സ്ട്രീറ്റ് സെല്ലറിന്റെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. ഒരു സ്ട്രീറ്റ് സെല്ലറിന്റെ മകൻ, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവന്റെ മകൻ എന്നൊക്കെയുള്ള പേരുകൾ അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ കേൾക്കേണ്ടി വന്നു. അമ്മയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെ ഉൾപ്പെടെ 6 പേരെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചോളപ്പാടങ്ങളിൽ ജോലിക്ക് പോകുമായിരുന്നു. എങ്കിലും കൊച്ചു റോക്ക്ഫെല്ലർ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന ഓരോ ചില്ല് പൈസയും കൂട്ടിക്കൂട്ടി അതിനെ ഇരട്ടിപ്പിക്കാം, അതിനെ കൂടുതലാക്കാം എന്നതിനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ സമ്പാദ്യമെല്ലാം കൂട്ടിച്ചേർത്തപ്പോൾ ഏകദേശം $50 വന്നു. ഈ $50 ചെലവഴിക്കാനായിട്ട് വളരെയധികം സാഹചര്യങ്ങൾ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. എങ്കിലും റോക്ക്ഫെല്ലർ ആ പൈസയുമായിട്ട് നേരിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന ആളുടെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ $50 ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇത് കടമായിട്ട് തരാം, പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് തരണം. അങ്ങനെ ചെറുപ്പകാലം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ സമ്പാദ്യം എങ്ങനെ വർദ്ധിപ്പിക്കാം, എങ്ങനെ അത് കൂട്ടാം എന്നതിനെ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. 16-ാം വയസ്സിൽ അദ്ദേഹം ഒരു ബുക്ക് കീപ്പറായിട്ട് ജോലി ലഭിക്കുന്നു. പിന്നെ 31-ാമത്തെ വയസ്സിൽ ഹെൻറി ഫ്ലാഗ്നറുമായി ചേർന്ന് 1870 സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി എന്ന് പറയുന്ന സ്ഥാപനം അദ്ദേഹം സ്ഥാപിക്കുകയാണ് അമേരിക്കയിൽ. ആ കാലഘട്ടത്തില് മെഴുകുതിരി വെളിച്ചത്തിൽ നിന്നും മണ്ണെണ്ണ വിളക്കിലേക്ക് മാറുന്ന ഒരു കാലഘട്ടമായിരുന്നു ജനങ്ങൾ ആ സമയത്ത്. മണ്ണെണ്ണ ഉത്പാദിപ്പിച്ചുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി മാർക്കറ്റിലേക്ക് കടന്നു ചെല്ലുന്നത്. പിന്നീട് അമേരിക്കൻ ജനത ഇലക്ട്രിസിറ്റിയിലൂടെ ഇലക്ട്രിക് ബൾബിലേക്ക് മാറിയപ്പോൾ സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആ സമയം ബൂം ചെയ്യുന്ന സമയമായിരുന്നു. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള കെറോസിൻ ഉത്പാദിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കമ്പനി മുന്നേറുകയാണ് ചെയ്തത്. ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കണമെങ്കിൽ റോ മെറ്റീരിയൽ കോസ്റ്റും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റും വളരെയധികം കുറയ്ക്കണം എന്നുള്ള ആശയം അദ്ദേഹത്തിന് മനസ്സിൽ അന്നേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ മറ്റുള്ള ഓയിൽ കമ്പനികളെ കഴിഞ്ഞും വളരെയധികം മുന്നേറുവാനും ഏകദേശം 90% മാർക്കറ്റ് ഷെയർ ആർജിക്കുവാനും സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനിക്ക് സാധിച്ചു. കമ്പനിയുടെ വളർച്ച അഭൂതപൂർവമായിരുന്നു. അതുകൊണ്ട് തന്നെ 1911 അമേരിക്കയിലെ സുപ്രീം കോർട്ട് സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനിയെ 34 ചെറിയ കമ്പനികളായി വിഭജിച്ചു. അവരുടെ ഉദ്ദേശം കമ്പനിയുടെ ഗ്രോത്ത് ഒന്ന് ഹാമ്പർ ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഈ 34 കമ്പനികളുടെ ഗ്രോത്ത് പിന്നെ എക്സ്പോണൻഷ്യൽ രീതി വർദ്ധിക്കുകയാണ് ഉണ്ടായത്. എക്സോൺ മൊബൈൽ, ബ്രിട്ടീഷ് പെട്രോളിയം ഒക്കെ ഈ പറയുന്ന 34 കമ്പനികൾ പെടും. ഫോർച്യൂൺ 500 സീരീസിൽ പെടുന്ന പല കമ്പനികളും ഈ 34 കമ്പനികളിൽ നിന്നുള്ളതാണ്. അങ്ങനെ 1913 ഇദ്ദേഹത്തിന്റെ നെറ്റ് വർത്ത് അമേരിക്കൻ എക്കണോമിയുടെ 2% മാറി. ഇപ്പൊ കണക്കാക്കിയാൽ ഏകദേശം $409 ബില്യൺ വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജെഫ് ബെസോസിനെ കഴിഞ്ഞും 2 ഇരട്ടിയിലധികം സമ്പന്നതയുള്ള വ്യക്തിയായിരുന്നു റോക്ക്ഫെല്ലർ എന്ന്. ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ്മയുടെ ഒപ്പം പള്ളിയിൽ പോകുമായിരുന്നു. ആ സമയത്ത് ഗ്രാൻഡ്മ ചെറു നാണയങ്ങൾ പള്ളിയിൽ നിക്ഷേപിക്കാറുണ്ട്, കാണിക്കയില്. അപ്പൊ അദ്ദേഹം ചോദിക്കും, നമ്മൾ തന്നെ കൊടിയ ദാരിദ്ര്യത്തിൽ ജീവിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഗ്രാൻഡ്മ ഈ പൈസ നാണയത്തൊട്ടുകൾ അർപ്പിക്കുന്നതെന്ന്. അപ്പൊ ഗ്രാൻഡ്മ പറഞ്ഞു, നമ്മളെ കഴിഞ്ഞും വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾ ഈ ലോകത്തുണ്ട്, അമേരിക്കയിലുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പൈസ ഇവിടെ അർപ്പിക്കുന്നതെന്ന് അവർ പറഞ്ഞു കൊടുത്തു. ആ ഒരു മെസ്സേജ് ആയിരിക്കാം റോക്ക്ഫെല്ലറിന്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കടന്നു ചെല്ലുകയും അദ്ദേഹം ഒരു ബില്യണറായി മാറിയപ്പോൾ അദ്ദേഹം സമ്പാദ്യത്തിന്റെ വലിയൊരു പങ്ക് ലോകത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. ചെറുപ്പകാലത്ത് റോക്ക്ഫെല്ലറിന്റെ ആഗ്രഹം 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുക, അതുപോലെ തന്നെ ഒരു മില്യണറായി മാറുക എന്നുള്ളതായിരുന്നു. മില്യണർ അല്ല, മറിച്ച് ബില്യണർ തന്നെയായി അദ്ദേഹം മാറി.
പക്ഷെ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ അദ്ദേഹം സാധിച്ചില്ല. അദ്ദേഹം 97ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. ഞാൻ ഈ കഥ ഇവിടെ പറഞ്ഞത്, ബിസിനസ് എന്ന് പറയുന്നത് വളരെ വ്യക്തതയോടും കൂടിയും വളരെ ആത്മാർത്ഥതയും കൂടിയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചിട്ടയായ പരിശീലനമില്ലാതെ ഒരാൾക്കും ഒരു രംഗത്ത് വിജയിക്കാൻ ആവില്ല. ഡോക്ടർമാരാകട്ടെ, എഞ്ചിനീയർമാരാകട്ടെ, ലോയർമാരാകട്ടെ, അല്ലെങ്കിൽ ഗായകരാകട്ടെ, ക്രിക്കറ്റർ ആകട്ടെ, എന്നിങ്ങനെയുള്ള പ്രൊഫഷണൽ ഏതായാലും അത് വിജയിക്കണമെങ്കിൽ വ്യക്തമായ പഠനവും പരിശീലനവും കൂടിയേ കഴിയൂ. ഇരുമ്പ് ഉലയിലിട്ട് പഴിപ്പിച്ച് പദം വരുത്തി വിവിധങ്ങളായ ആയുധങ്ങൾ അല്ലെ വിവിധമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കുന്നത് പോലെ അനുഭവപരിയും തുടർച്ചയായ പരിശീലനവുമാണ് ഒരു നല്ല പ്രൊഫഷണലിനെ ഒരു വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നയിക്കുന്നത്. സംരംഭകത്വം ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. എന്നാൽ ആർക്കും കടന്നു ചെല്ലാവുന്ന ഒരു ഫീൽഡാണ് ബിസിനസ് എന്നാണ് പലരുടെയും വിചാരം. മറ്റുള്ള മേഖലകളിലൊക്കെ നമ്മൾ പഠിച്ചും പരീക്ഷ എഴുതിയൊക്കെ തോറ്റു കഴിയുമ്പോൾ എന്നാ പിന്നെ ബിസിനസ് തുടങ്ങിയേക്കാം എന്നാണ് പലരുടെയും വിചാരം. കയ്യിൽ കാശുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബിസിനസ് എന്നാണ് ഇക്കോട്ടരുടെ വിചാരം. ബിസിനസ് ചെയ്യുന്നതിന് തീർച്ചയായിട്ടും ഒരു ഓൺട്രപ്രനർക്ക് ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഒരു നാച്ചുറൽ ടേസ്റ്റ് ഉണ്ട്, നൈസർഗികമായ അഭിരുചി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പാഷനേറ്റ് ആയിരിക്കണം, അഭിനിവേശം ഉണ്ടായിരിക്കണം. നമ്മുടെ പാഷൻ ടീച്ചിങ്ങിലാന്നിരിക്കട്ടെ, ട്രെയിനിങ്ങിൽ പാഷൻ ഉള്ള ആൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണ് ട്രെയിനിങ് ബിസിനസ്. അപ്പോൾ ആ പാഷനെ നമ്മൾ പൂർണ്ണമായിട്ട് അർപ്പിച്ചു കഴിയുമ്പോൾ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ബിസിനസ്സിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റും അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന അഭിവൃദ്ധിയും. തീർച്ചയായിട്ടും അക്യുമൻ ഗ്രഹണ വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം, കമ്മിറ്റ്മെന്റ് പ്രതിബദ്ധത ഉണ്ടായിരിക്കണം, ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം, ശുഭപ്രതീക്ഷ ഉണ്ടായിരിക്കണം, പെർസെവറൻസ് സ്ഥിരോത്സാഹം ഉണ്ടായിരിക്കണം, കണ്ടിന്യൂസ് ലേണിംഗ് പഠിക്കാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരിക്കണം. ഇതിനെല്ലാം ഉപരി ട്രെയിനിങ് പരിശീലനം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ഓൺട്രപ്രനർക്ക് വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തിക രംഗങ്ങൾ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കയറ്റിറങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ജീവിത സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യങ്ങളിലെല്ലാം ബിസിനസ്സിനെ തീർച്ചയായിട്ടും വളരെ രീതിയിൽ ചാഞ്ചലപ്പെടുത്തുന്നുണ്ട്. ഈ ചാഞ്ചലപ്പെടുത്തുന്ന അവസരങ്ങളിൽ പ്രോപ്പറായിട്ട് നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വിദഗ്ധമായ പരിശീലനം കൂടിയേ കഴിയും. ബിസിനസ് ട്രെയിനിങ് എന്നത് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. സാധാരണ ബിസിനസ് പരിശീലനം എന്നുള്ളത് പൊതുവെ ഒരു പരിശീലനമാണെങ്കിൽ അതിനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം: ബിസിനസ് കോച്ചിങ്, ബിസിനസ് ട്രെയിനിങ്, ബിസിനസ് കൺസൾട്ടൻസി എന്നിങ്ങനെ. അടുത്ത ദശകത്തില് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഒരു മേഖലയാണ് ബിസിനസ് ട്രെയിനിങ് എന്നത്. ട്രെയിനിങ്ങിൽ അഭിരുചിയും പരിചയവും ആശയവിനിമയ ചാതുര്യവുമുള്ള ആർക്കും വളരെ സ്മാർട്ടായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ബിസിനസ് ട്രെയിനിങ്. ഇപ്പോൾ ഇന്റർനെറ്റിന്റെ സാധ്യത കൂടി കണക്കിലെടുക്കുമ്പോൾ ബിസിനസ് ട്രെയിനിങ്ങിന്റെ സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇപ്പൊ ഞാൻ തന്നെ നോക്കുക, ഞാനിവിടെ UAE-യിൽ ഷാർജയിൽ ഒരു ഫ്ലാറ്റിൽ ഇരുന്ന് ഇവിടെ സംസാരിക്കുകയാണ്. ഇപ്പൊ എന്നെ കേൾക്കുന്ന നിങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നു, അല്ലെ? ഇന്റർനെറ്റിന്റെ എത്ര മഹത്തായ ഒരു സംഭാവന മൂലമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഓൺലൈൻ ആയിട്ടല്ലല്ലോ തീർച്ചയായിട്ടും ഒരു സംരംഭം നൽകേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് ഒക്കെ നേരിട്ട് നൽകേണ്ടതല്ലേ എന്ന് ചോദിച്ചേക്കാം. ശരിയാണ്. പക്ഷെ ഇന്റർനെറ്റിന്റെ സാധ്യതകൾ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്റർനെറ്റിലൂടെ നമുക്ക് ട്രെയിനിങ് നൽകാൻ സാധിക്കും, കോച്ചിങ് നൽകാൻ സാധിക്കുന്നു, കൺസൾട്ടൻസി നൽകാൻ സാധിക്കുന്നു. നിങ്ങൾ ഏകലവ്യന്റെ കഥ കേട്ടിരിക്കും. മഹാഭാരതത്തിലെ ദ്രോണാചാര്യരുടെ ശിഷ്യന്മാരാണ് കൗരവും പാണ്ഡവരും. കൗരവർക്കും പാണ്ഡവർക്കും അസ്ത്രവിദ്യ പറഞ്ഞു കൊടുക്കുമ്പോൾ ഏകലവ്യൻ അത് മറിഞ്ഞിരുന്ന് കണ്ടു. മറിഞ്ഞിരുന്ന് കാണുക മാത്രമല്ല, ദ്രോണാചാര്യരിലെ ഏറ്റവും പ്രഗത്ഭനായ ശിഷ്യനായ അർജുനനെ കഴിഞ്ഞും വളരെ മനോഹരമായി അസ്ത്രശസ്ത്ര വിദ്യ അഭ്യസിക്കപ്പെട്ടു ഏകലവ്യൻ എന്ന് പറഞ്ഞ ആ കാലഘട്ടമൊക്കെ മാറി. ഗുരുകുല വിദ്യാഭ്യാസം സമ്പ്രദായം മാറി, മോഡേൺ ടെക്നോളജികൾ വന്നു. ഇപ്പോൾ ഗുരുവിന്റെ നോളജ്, അദ്ദേഹത്തിന്റെ വിഷ്ഡം
ഗുരുവിന്റെ ഗുരുവിന്റെ നോളജ് ഇപ്പോൾ ശിഷ്യരിലേക്ക് ഇന്റർനെറ്റ് വഴി പറന്നിറങ്ങുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുരുവും ശിഷ്യനും ലോകത്തിന് രണ്ട് ഭാഗങ്ങളിൽ ഇരുന്ന് കൊള്ളട്ടെ, അവർക്ക് ഇന്റർനെറ്റിലൂടെ പരസ്പരം സംവദിക്കാൻ സാധിക്കുന്നു, പരസ്പരം ആശയവിനിമയം ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസിലൂടെ പരസ്പരം കണ്ട് സംശയ നിവാരണം വരുത്തുവാൻ സാധിക്കുന്നു. അത് ഇത് ഇന്റർനെറ്റിന്റെ സാധ്യതകൾ തീർച്ചയായിട്ടും ബിസിനസ് ട്രെയിനിങ്ങിന് വളരെയധികം ഉപകാരപ്രദമാണ്. ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം സാധ്യതകളാണ് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്. അനോട്ടേഷൻ ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ അനോട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് റേസ് ചെയ്യായിരുന്നു. ഓക്കെ, സോറി ഫോർ ദി ഡിലേ. ബിസിനസ് കോച്ചിങ്. ബിസിനസ് കോച്ചിങ് വളരെയധികം സാധ്യതയുള്ള ഒരു മേഖലയാണ് ബിസിനസ് കോച്ചിങ്. കോച്ചിങ് എന്നാൽ പരിശീലനം തന്നെയാണ്. പക്ഷെ കോച്ചിങ്ങിൽ കോച്ചും പരിശീലനാർത്ഥിയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു 1-to-1 കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. ഇവിടെ ബിസിനസിന്റെ നടത്തിപ്പിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ ബിസിനസ് കോച്ചിലൂടെ മാറുന്നു. ബിസിനസ് കോച്ചിനെ സംരംഭകന് ആവശ്യമുള്ള നോളജ് കോച്ചിങ്ങിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു. അദ്ദേഹത്തിന് ബിസിനസ് നവീകരിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയെ സൈക്കോളജി ഓഫ് സക്സസ് അല്ലെങ്കിൽ വിജയത്തിന്റെ മനഃശാസ്ത്രം എന്നാണ് പറയുന്നത്. ആരാണ് ഒരു ബിസിനസ് കോച്ച്? ബിസിനസ് കോച്ച് എന്ന് പറയുന്നത് ഈസ് നോട്ട് ജസ്റ്റ് പാസിംഗ് ഇൻഫർമേഷൻ. സംരംഭകന് വെറുതെ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ പോവുകയല്ല, മറിച്ചോ ഹീസ് എ പാർട്ട്ണർ. ബിസിനസിന്റെ ഒരു പാർട്ട്ണറായി ബിസിനസ് സംരംഭനോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അദ്ദേഹത്തിന്റെ സോഫ്റ്റ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുക, അതുപോലെ തന്നെ ബിസിനസ് എങ്ങനെ ലീഡ് ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കുക. ഇവയെല്ലാം ഒരു ബിസിനസ് കോച്ചിന്റെ കർത്തവ്യമാണ്. ഇതെല്ലാം ബിസിനസ് കോച്ചിന് ചെയ്യാൻ സാധിക്കുന്നു. ഇതെല്ലാം ബിസിനസ് കോച്ച് ചെയ്യാൻ സാധിക്കുന്നത് ബിസിനസ് കോച്ച് ഒരു നല്ലൊരു സംരംഭകനാണ്. വിവിധ മേഖലകളിൽ പഠിച്ച് വിവിധ മേഖലകളിലുള്ള ബിസിനസ്സുകൾ നടത്തി പരിണതപ്രജ്ഞരായ ആൾക്കാരാണ് ബിസിനസ് കോച്ചായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും അവർക്ക് സംരംഭകനെ മോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു, നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു. എന്താണ് ഒരു ബിസിനസ് കോച്ച് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ഒരു ബിസിനസ് കോച്ച്? ഇന്റർനെറ്റിലൂടെ നമുക്ക് ധാരാളം ഇൻഫർമേഷൻസ് ലഭിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഒരു ബിസിനസ് കോച്ച് എന്ന് ചോദിച്ചേക്കാം. ഇന്റർനെറ്റിലൂടെ, ശരിയാണ്, ഇന്റർനെറ്റിലൂടെ നമുക്ക് ഇപ്പം ബിസിനസ് കോച്ച് എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം യൂട്യൂബേഴ്സിന്റെ ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കും. പക്ഷെ നമ്മുടെ ബിസിനസ്സിന് ചേർന്ന നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ഏതാണ്, അത് കറക്റ്റായിട്ട് നമ്മുടെ സംരംഭത്തിന് അഡാപ്റ്റബിൾ ആണോ എന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ സാധിക്കുന്നത് ബിസിനസ് കോച്ചിനാണ്. അദ്ദേഹം ഒരു സ്പോർട്സ് കോച്ചിനെ പോലെയാണ്. ഇപ്പൊ സ്പോർട്സ് കോച്ച് എന്താ ചെയ്യുന്നത്? സ്പോർട്സ് കോച്ച് അത്ലറ്റിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തിന്റെ ഓരോ തെറ്റുകളും കാണിച്ചു കൊടുത്ത് അയാളെ മോൾഡ് ചെയ്യുകയാണ്. അദ്ദേഹത്തിനെ അത് പരുവപ്പെടുത്തിയെടുക്കുകയാണ്. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലൂടെയും കടന്നു പോകാനുള്ള ഒരു ആത്മധൈര്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെ തന്നെ ആണ് ബിസിനസ് കോച്ചും ഒരു സംരംഭകനെ സഹായിക്കുന്നത്. ഈസ് എ മെന്റർ. എന്തൊക്കെയാണ് ഒരു ബിസിനസ് കോച്ച് ചെയ്യുന്നത്? ഈ അണ്ടർസ്റ്റാൻഡ് ദി ബിസിനസ് ആൻഡ് ബ്രാൻഡ്. നമ്മൾ ചെയ്യുന്ന ബിസിനസിനെ കുറിച്ചും ബ്രാൻഡിനെ കുറിച്ചും അദ്ദേഹം ആദ്യം മനസ്സിലാക്കുന്നു. അതോടൊപ്പം മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ദ ഗോൾ ഓഫ് യുവർ ബിസിനസ്. നിങ്ങളുടെ ഓർഗനൈസേഷന്റെ ഗോൾസ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. നമ്മുടെ ടാലൻസ് അപ്സ്കിൽ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു.
help to understand your decision is right or wrong. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം സഹായിക്കുന്നു. നിങ്ങളുടെ വീക്ക്നെസ് പോയിന്റ് ഔട്ട് ചെയ്യുന്നു. എല്ലാ സംരംഭകർക്കും അവരുടെ ബിസിനസിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കും, ഒരു വിഷൻ ഉണ്ടായിരിക്കും. പക്ഷെ ആ വിഷൻ ഒരു ക്ലാരിറ്റി തരുന്നത്, വിസിബിലിറ്റി തരുന്നത് ബിസിനസ് കോച്ചാണ്. നമുക്ക് ഇതിനെ കോ ഇൻവെൻഷൻ എന്ന് പറയാം. പലപ്പോഴും നമ്മൾ ബിസിനസ് കോച്ചും ബിസിനസ് സംരംഭകനും തമ്മിലുള്ള പരസ്പരമായിട്ടുള്ള ഒരു കൊഹിഷൻ ഉണ്ട്, ഒരു സിനർജി രൂപപ്പെടുത്തണം. അപ്പൊ അവരുടെ രണ്ടുപേരുടെയും ക്രിയേറ്റിവിറ്റി ചേർന്ന് 1+1 is not equal to 2 but it is equal to 3 എന്നുള്ള ആ ഒരു സിനർജി രൂപപ്പെടുമ്പോൾ, ആ ക്രിയേറ്റിവിറ്റിയുടെ സിനർജി രൂപപ്പെടുമ്പോഴാണ് ബിസിനസ് കോച്ചിങ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു രീതിയിലേക്ക് പോകുന്നത്. ഇവർ രണ്ടുപേരുടെയും ചിന്തകൾ, നമ്മളിപ്പോ ഒരാൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ ആ അഡ്വൈസ് തിരസ്കരിക്കാൻ ഒരു സാധ്യത കൂടുതലാണ്. മനുഷ്യ സഹജമാണ് അത്. ഒരാൾക്കൊരു ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ ഉപദേശങ്ങളെ തിരസ്കരിക്കുക എന്നുള്ള മനുഷ്യന്റെ സഹജമാണ്. പക്ഷെ അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് രണ്ടുപേരുടെയും സംസാരത്തിൽ നിന്ന്, ആശയങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ, അതിന്റെ പോസിബിലിറ്റീസും മറ്റും മനസ്സിലാക്കി രണ്ടുപേരുടെ ഇൻവെൻഷനോട് കൂടിയാണ് അത് വരുന്നതെങ്കിൽ അത് നടപ്പിലാക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. Business coach help to entrepreneur help to improve the leadership skills and make use of growth of the business. Business in the growth, entrepreneur leadership skills improve ചെയ്തുകൊണ്ട് ബിസിനസിന്റെ ഗ്രോത്ത് അദ്ദേഹത്തിന് കൂട്ടാൻ സാധിക്കുന്നു. Enrich the leadership qualities. He will be able to enrich the leadership qualities, coordinate the success rate. അതായത് മത്സരത്തിന്റെ അല്ലെങ്കിൽ ജയത്തിന്റെ റേറ്റ് തോത് വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. Help to lead the business in correct direction and uncertainties. Uncertainty ആ സമയത്ത് ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അദ്ദേഹം കാണിച്ചു തരുന്നു. Encourage and empower different teams in the organization. ഓർഗനൈസേഷനുള്ള ഡിഫറെന്റ് ടീംസിനെ എൻകറേജ് ചെയ്യാനും എംപവർ ചെയ്യാനും ബിസിനസ് കോച്ചിന് സാധിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് ബിസിനസ് ട്രെയിനിങ് എന്താണെന്ന് നോക്കാം. ബിസിനസ് കോച്ചിങ്ങിൽ നിന്ന് വ്യത്യസ്തമാണ് ബിസിനസ് ട്രെയിനിങ്. സാധാരണയുള്ള മോട്ടിവേഷണൽ ട്രെയിനിങ്ങിൽ നമ്മൾ കാണുന്ന പോലെയുള്ള കാര്യങ്ങളല്ല ബിസിനസ് ട്രെയിനിങ് ചെയ്യുന്നത്. ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംരംഭകനും ബിസിനസ് മാനേജ്മെന്റും വിഷയങ്ങളെല്ലാം തന്നെ ബിസിനസ് ട്രെയിനിന്റെ പരിധിയിൽ വരും. ഒരു സ്ഥാപനം നന്നായി നടത്തിക്കൊണ്ട് പോകാനും ലാഭത്തിൽ നിലനിർത്താനും എന്ത് ചെയ്യണമെന്ന വിഷയമാണ് ബിസിനസ് ട്രെയിനിങ്ങിന്റെ കാതല്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, strategic planning, business strategy, marketing, innovation, funding, business finance തുടങ്ങിയ മേഖലയിലെല്ലാം നമുക്ക് ട്രെയിനിങ് നൽകാൻ സാധിക്കും. ബിസിനസ് ട്രെയിനിങ് എന്ന് പറയുന്നത്, ബിസിനസ് കോച്ചിങ് എന്ന് പറയുന്നത് 1-to-1 ആണെങ്കിൽ ബിസിനസ് ട്രെയിനിങ് 1-to-many ആണ്. എന്തൊക്കെയാണ് ബിസിനസ് ട്രെയിനിങ്ങിന്റെ ഗോൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമുക്കൊരു ഒരു ബിസിനസ് ട്രെയിനിങ് നടത്തുമ്പോൾ നമുക്കൊരു ഗോൾസ് ഉണ്ട്. അപ്പൊ ആ ഗോൾ 2-3 അല്ലെങ്കിൽ 2-4 ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷം ആ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ട്രെയിനിങ് നമുക്ക് വിജയമായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. തീർച്ചയായിട്ടും നമ്മുടെ കമ്പനിയിലുള്ള എംപ്ലോയീസും കസ്റ്റമേഴ്സും തമ്മിലുള്ള, കസ്റ്റമേഴ്സും എംപ്ലോയീസും ഒരു പരസ്പരം പൂരകങ്ങളായി വർത്തിക്കേണ്ട ഒന്നാണ്. എംപ്ലോയീസിനും അവരുടേതായ താല്പര്യങ്ങളുണ്ടാവും, കസ്റ്റമേഴ്സിന് അവരുടേതായ താല്പര്യങ്ങളുണ്ടാവും. എങ്കിലും അവർക്ക് രണ്ടുപേരുടെയും സിനർജിക്കായിട്ട് അല്ലെങ്കിൽ രണ്ടുപേരുടെയും സിങ്ക്രണൈസേഷൻ ആവശ്യമായിട്ടുള്ള ഇൻപുട്ടുകൾ നൽകാനായിട്ട് നമുക്ക് ബിസിനസ് ട്രെയിനിങ്ങിലൂടെ സാധിക്കുന്നു. വാട്ട് വി ക്യാൻ ട്രെയിൻ, നമുക്ക് എന്തൊക്കെയാണ് ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കുക. കോർപ്പറേറ്റ് വിഷൻ ആൻഡ് മിഷൻ ഇൻഫോർമേഷൻ, കമ്പനിയുടെ വിഷനും മിഷനും ഫോർമുലേറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് നമുക്ക് നൽകാം. സെറ്റ് മെയിൻ ഗോൾസ് ഓഫ് ഓർഗനൈസേഷന്റെ ഗോൾസ് സെറ്റ് ചെയ്യാൻ സഹായിക്കാം. ദി കോമ്പറ്റീഷൻ സ്ട്രാറ്റജീസ്, എങ്ങനെയാണ്, എന്തൊക്കെയായിരിക്കണം നമ്മുടെ കോമ്പറ്റീഷൻ സ്ട്രാറ്റജീസ് എന്ന് നിശ്ചയിക്കാൻ ആവശ്യമായ ട്രെയിനിങ് നൽകാം. അനലൈസ് ഇന്റേണൽ ഓപ്പറേഷൻ എൻവയൺമെന്റ്, കമ്പനിയുടെ ഉള്ളിലെ എൻവയൺമെന്റിനെ അനലൈസ് ചെയ്യാൻ ആവശ്യമായ ട്രെയിനിങ് നൽകാം.
give importance to organizational strength region. ഓർഗനൈസേഷന്റെ സ്ട്രെങ്ത് ഒക്കെയാണ്, സ്ട്രെങ്ത് എന്താണെന്ന് അതിൽ ഇമ്പോർട്ടൻസ് നൽകാനായിട്ട് ആവശ്യമായ ട്രെയിനിങ് നമുക്ക് നൽകാം. റിസോൾവ് വീക്ക്നെസ്, ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ നമുക്ക് റിസോൾവ് ചെയ്യാം, അതിനാവശ്യമായ ട്രെയിനിങ് നമുക്ക് നൽകാം. യൂട്ടിലൈസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റീസ്, ബിസിനസ്സിനുള്ളിലുള്ളതും പുറത്തുള്ള ഓപ്പർച്യൂണിറ്റി എങ്ങനെ നമുക്ക് അനുകൂലമായി യൂട്ടിലൈസ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ട്രെയിനിങ് നമുക്ക് നൽകാം. ഹാൻഡിൽ ദ മാർക്കറ്റ് ചാലഞ്ചസ്, മാർക്കറ്റിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതിന് നമുക്ക് ആവശ്യമായ ട്രെയിനിങ് നൽകാം. വാട്ട് ട്രെയിനർ ക്യാൻ ടീച്ച്, എന്തൊക്കെയാണ് ഒരു ട്രെയിനർക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നത്. സ്ട്രാറ്റജീസ് ഫോർ അപ്ലിഫ്റ്റ്മെന്റ്, കമ്പനിയുടെ അപ്ലിഫ്റ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസിന് വേണ്ടിയുള്ള ട്രെയിനിങ് നമുക്ക് സാധിക്കും. അതുപോലെ കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജീസ്, കമ്പനിയുടെ ഉൽപ്പന്നത്തിന്റെ കോസ്റ്റ് എങ്ങനെ കുറച്ചുകൊണ്ട് നമുക്ക് ആ ഉൽപ്പന്നത്തിന്റെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാം എന്നതിനെ കുറിച്ചുള്ള ട്രെയിനിങ് നമുക്ക് നടക്കാൻ സാധിക്കും. ഡിഫറൻഷ്യൽ സ്ട്രാറ്റജീസ്, ഡിഫറെന്റ് ആയിട്ടുള്ള എൻവയൺമെന്റുകളിൽ കോമ്പറ്റീഷൻസ് വരുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ മാറി നിൽക്കണം, എങ്ങനെ ഡിഫറെന്റ് ആയിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റ് എന്നതിനെ കുറിച്ചുള്ള ട്രെയിനിങ് നൽകാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോക്കസ് സ്ട്രാറ്റജി, ഒരു ചെറിയ മാർക്കറ്റിലാണെങ്കിൽ കൂടിയും എങ്ങനെ ഫോക്കസ് ചെയ്ത് നമ്മുടെ ഉൽപ്പന്നത്തിന്റെ വിപണനം എങ്ങനെ കൂട്ടാം എന്നതിന് ആവശ്യമായ ട്രെയിനിങ് നമുക്ക് നൽകാൻ സാധിക്കും. ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കഥയുണ്ട്. അതായത് ഒരു ആകാശ് എന്ന് പറയുന്ന ഒരു തൃശ്ശൂർക്കാരന്റെ കഥയാണ്. ഒരു യങ് എന്റർപ്രണർ ആണ്. അദ്ദേഹം 10ാം ക്ലാസ്സിൽ വെച്ച് കേരളത്തിലെ പഠനം നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനോടൊപ്പം മലേഷ്യക്ക് പോയി. മലേഷ്യ അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ അച്ഛനുണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്നിട്ട് അദ്ദേഹം തുടർന്ന് പഠിച്ചു. അതോടൊപ്പം തന്നെ അവിടെ ഒരു വാച്ച് കമ്പനിയിൽ അദ്ദേഹം ജോലി കിട്ടി. ഒരു വാച്ച് കമ്പനി എന്ന് പറയുമ്പോൾ വാച്ച് ശരിക്കും വാച്ചല്ല, ക്ലോക്കാണ്. അപ്പൊ ക്ലോക്ക് കമ്പനി എന്ന് പറയുമ്പം ഭയങ്കര വിലയുള്ള ക്ലോക്കുകളാണ്. 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 4 ലക്ഷം രൂപ വിലയുള്ള ക്ലോക്കുകളാണ്. അപ്പൊ ആ ക്ലോക്ക് കമ്പനി അദ്ദേഹത്തിന് ജോലി കിട്ടുകയും പാർട്ട് ടൈം ആയിട്ട് ജോലി കിട്ടുകയും അവിടെ അദ്ദേഹത്തിന്റെ ബോസിനോട് അദ്ദേഹം പറയുകയാണ്, ഈ ക്ലോക്കുകളൊക്കെ നമുക്ക് പ്രോപ്പറായ രീതിയിൽ നമുക്ക് അതിനെ മോഡൽ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഷോക്കേസ് ചെയ്യണം എന്ന് പറഞ്ഞ് വേണ്ട രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യുന്നു കസ്റ്റമേഴ്സിന് മുന്നിൽ. അങ്ങനെ പ്രസന്റ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള സെയിൽസ് ഉണ്ടാവുന്നു. ഒരു വർഷം കൊണ്ട് തന്നെ ഏകദേശം ഒരു 8 ലക്ഷം രൂപ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്നു. അപ്പൊ ആ 8 ലക്ഷം രൂപയും കൊണ്ട് വീണ്ടും അദ്ദേഹം സിംഗപ്പൂരിലേക്ക് യാത്രയാകും. സിംഗപ്പൂരിൽ പോയിട്ട് ബിസിനസ് മാനേജ്മെന്റിന് വേണ്ടി അഡ്മിഷൻ എടുക്കുന്നു. ഏകദേശം 1 വർഷം അദ്ദേഹം അവിടെ പഠിച്ചു. വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് എന്റർപ്രൈസിൽ റിയൽ എസ്റ്റേറ്റ് കമ്പനി സ്ഥാപിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ആയിരുന്നു ആക്ച്വലി. പക്ഷെ അദ്ദേഹം രാവിലെ തന്നെ ഈ കമ്പനി സ്ഥാപിച്ചു. രാവിലെ തന്നെ ഇറങ്ങിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രോക്കേഴ്സിനെ കാണും. അപ്പൊ അവരോട് സംസാരിക്കും. ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് അവിടെയുള്ള ചെറിയ ചെറിയ റെസ്റ്റോറന്റുകളൊക്കെ പോയിട്ട് സംസാരിക്കുമ്പോൾ അവിടുത്തെ പൾസ് അറിയാൻ പറ്റും. സ്ഥലത്തിന്റെ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ വില ഒക്കെ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അങ്ങനെ അദ്ദേഹം ഒരു പ്രൈം ലൊക്കേഷനിൽ ഒരു പ്രോപ്പർട്ടി കണ്ടുപിടിക്കുകയാണ്. ആ പ്രോപ്പർട്ടിക്ക് അതിന്റെ ഓണർ 28 lakhs ആണ് പറയുന്ന വില. അപ്പൊ അതിനകത്തൊരു വീടുണ്ട്. അപ്പൊ ആ വീടിനെ റിനോവേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ആശയം തോന്നി, ആ വീടിനെ റിനോവേറ്റ് ചെയ്ത് നമുക്ക് ഇതിനെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആക്കി മാറ്റാം, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആക്കി മാറ്റാമെന്ന് തോന്നുന്നു. അപ്പൊ അച്ഛനോട് കുറച്ച് പൈസ ചോദിച്ചു. അച്ഛൻ ഒരു 6 ലക്ഷം രൂപ ചോദിച്ചു. അപ്പൊ 6 ലക്ഷം രൂപയും കൊണ്ട് അദ്ദേഹം ആ വീടിനെ റിനോവേറ്റ് ചെയ്ത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആക്കി മാറ്റി. അപ്പൊ അതിന് ഒരു ബേക്കറി നടത്താനായിട്ട് ഒരാൾ വരുന്നു. അദ്ദേഹത്തിന് 40,000 രൂപയ്ക്ക് മാസവാടക കൊടുക്കുകയാണ്. അപ്പം 40,000 രൂപ മാസവാടക ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി ബയേഴ്സ് വരുന്നു. അപ്പൊ ഒരു ബയേഴ്സുമായിട്ട് അദ്ദേഹം ഡീൽ ഉറപ്പിക്കുന്നു. 80 ലക്ഷം രൂപയ്ക്ക് അത് വിൽക്കുന്നു. അപ്പൊ നേരത്തെയുള്ള ബയറുമായിട്ട് 6 മാസത്തെ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 28 lakhs കൊടുക്കേണ്ടി വന്നുള്ളൂ. ബാക്കിയുള്ള 50 ലക്ഷത്തോളം രൂപ ഇദ്ദേഹത്തിന് ലാഭമായി കിട്ടി. അപ്പൊ റിയൽ എസ്റ്റേറ്റ് മേഖല എന്ന് പറയുന്നത് വളരെയധികം സാധ്യതകളുള്ള ഒരു മേഖലയാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ലൈഫ് ലൈൻ MCS നടത്തുന്നുണ്ട്. ഈ വരുന്ന ഒക്ടോബർ 22, 23, 24, 25 തീയതികളാണ് നടത്തുന്നത്. ബിസിനസ് ശരിക്കും പറഞ്ഞാൽ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയില് ശരിക്കും പെഡസ്ട്രിയൻ ഈ ബ്രോക്കേഴ്സ്, പെഡസ്ട്രിയൻ സെയിലേഴ്സ് പോലെ വർക്ക് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉള്ളതിനേക്കാളും വളരെയധികം വില അവർക്ക് ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിലും അതുപോലെ അമേരിക്കയിലേക്ക് കിട്ടും. നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആണോ? ഓ, യു ആർ എ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ റിയലി എന്നുള്ളൊരു അതിശയോക്തിയോട് കൂടി, ഒരു എക്സ്പെക്റ്റോട് കൂടി ഞാൻ സംസാരിക്കുക. തീർച്ചയായും പറഞ്ഞാല് നമ്മൾ ഒരു പ്രോപ്പർട്ടി നമുക്ക് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാല് അതിന്റെ വാല്യൂ കൂട്ടാനായിട്ട് അതിനെ ഓർണമെന്റ് ചെയ്യാൻ
ഡിഫറെന്റ് ആയിട്ട് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ ഈ പ്രോഗ്രാമിൽ ഏകദേശം 120 ടെക്നിക്സ് പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഒരു പ്രോപ്പർട്ടി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഓർണമെന്റ് ചെയ്തെടുത്ത് അതിനെ പ്രോപ്പറായിട്ട് രീതിയിൽ പ്രസന്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി പഠിപ്പിക്കുന്ന 120 മെത്തേഡ്സ് നമ്മൾ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ പ്രോപ്പർട്ടികൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ സ്ഥലം കുറെ വർഷങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകാൻ പാടില്ല. കാരണം വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു സാധനം നമ്മുടെ സ്റ്റോക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് 7 ദിവസം കൊണ്ട് അത് വിറ്റിരിക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിന് പറയുന്ന പേരാണ് വെലോസിറ്റി. എന്ന് പറയുന്ന പോലെ തന്നെ ഈ റിയൽ എസ്റ്റേറ്റിന് ഒരു സൂപ്പർ മാർക്കറ്റിലെ ഒരു പ്രൊഡക്റ്റ് പോലെ കാണാവുള്ളൂ. എത്രത്തോളം പെട്ടെന്ന് അതിനെ വിറ്റഴിക്കാൻ സാധിക്കും അത്രത്തോളം നല്ലതാണ്. വെലോസിറ്റി എത്രത്തോളം കൂട്ടാൻ പറ്റും അത്രത്തോളം നമ്മൾ ലാഭം കൂടിയിരിക്കും. നമ്മുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഇപ്പോൾ അതിന് ഒരു 1 കോടി രൂപയാണ് മതിപ്പ് വില. നമ്മൾ അതിനെ വീണ്ടും ഓർണമെന്റേഷൻ ഒക്കെ ചെയ്തെടുത്ത് ഒരു 1.5 കോടി 1.25 കോടി മതിപ്പ് വില രീതിയിൽ ആക്കി. അപ്പോൾ ഒരു ബയർ വരുവാണ്, ഞാൻ 1.25 കോടി തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി 1.25 കോടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ തന്നെ വിറ്റഴിക്കുക. അപ്പൊ ആ ഒരു പൈസ കൊണ്ട് നമ്മൾ കുറച്ചും കൂടെ വോളിയം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഏക്കേഴ്സ് ഉള്ള ലാൻഡ് വാങ്ങിച്ചിട്ട് അതിനെ നമ്മൾ അഗ്രിഗേറ്റ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ഓർണമെന്റ് ചെയ്യുക, അതിനെ വിറ്റഴിച്ച് നമുക്ക് നമ്മുടെ ഈ 1.25 കോടി എന്നുള്ള 2-3 കോടി രൂപയ്ക്ക് മാറ്റാൻ സാധിക്കും. ഇങ്ങനെയുള്ള വിവിധങ്ങളായ ടെക്നിക്സുകൾ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഈ റിയൽ എസ്റ്റേറ്റ് കോഴ്സ്. ഇപ്പോൾ ഇത് തന്നെയാണെങ്കിലും റോബർട്ടോ കിയോസാക്കി, അതുപോലെ തന്നെ ഡോക്ടർ ഡോൾഫ്, ഇവരുടെ നിന്നൊക്കെ ട്രെയിനിങ് നേടിയ വിജയൻ സാറ്, അദ്ദേഹം അവരിൽ നിന്നൊക്കെ ട്രെയിനിങ് നേടിയിട്ടുണ്ട്. അപ്പൊ ആ ആശയങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അതുപോലെ റെറ നിയമങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു കോഴ്സ് വരാൻ പോകുന്നത് ഒക്ടോബർ 22, 23, 24, 25 തീയതികളിലാണ്. താല്പര്യമുള്ളവർക്ക് ലൈഫ് ലൈനിൽ ബന്ധപ്പെടാം. അതുപോലെ തന്നെ എന്റെ മൊബൈൽ നമ്പർ ഇവിടെയുണ്ട്, വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, എന്നെ ബന്ധപ്പെടാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സംസാരിക്കേണ്ടത് ബിസിനസ് കൺസൾട്ടൻസിയെ കുറിച്ചാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ബിസിനസ് 3 കാര്യങ്ങളാണ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. ബിസിനസ് കോച്ചിങ്, ബിസിനസ് ട്രെയിനിങ്, ബിസിനസ് കൺസൾട്ടൻസി. ബിസിനസ് കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു 1-to-1 പ്രോഗ്രാം തന്നെയാണ്. ശരിക്കും പറഞ്ഞാല് പലപ്പോഴും പല ബിസിനസ് ഓണേഴ്സും എന്റർപ്രനേഴ്സും എന്ന് പറയാറുണ്ട് എങ്ങനെയാണ് ഒരു ലോൺ തരപ്പെടുത്തുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരു ലോണിന് വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പോൾ നമുക്ക് എങ്ങനെ ലോൺ തരാതിരിക്കുക എന്നാണ് ബാങ്ക് മാനേജേഴ്സ് ചിന്തിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായുള്ള രേഖകളും ബജറ്റ് റിപ്പോർട്ടും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ബിസിനസ് കൺസൾട്ടന്റിന് സാധിക്കുന്നു. എനിക്കറിയാവുന്ന ഒരു കൺസൾട്ടന്റ് സ്ഥാപനമുണ്ട് തൃശ്ശൂരിൽ. അവരുടെ സ്ഥാപനത്തിൽ അവർ ചെയ്യുന്നത് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക മാത്രമാണ്. ഓരോ ബിസിനസ് എന്റർപ്രൈസസിനും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, ആവശ്യമുള്ളവർക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അവരുടെ സ്ഥാപനത്തിലെ ഏറ്റവും കൂടുതൽ റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരിക്കുന്നത്. അപ്പം ബാങ്ക് ഉദ്യോഗസ്ഥരായ തീർച്ചയായിട്ടും അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ട് ചെന്നാൽ ലോൺ കിട്ടുമെന്ന് അവർക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യണം, പുതിയതായിട്ട് കമ്പനി സെറ്റപ്പ് ചെയ്യണം, ഐ വാണ്ട് ടു സെറ്റപ്പ് എ കമ്പനി. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള രേഖകളും പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി നൽകാം. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ വ്യവസായ വകുപ്പുണ്ട്, ഓരോ ജില്ലയിലും വ്യവസായ വകുപ്പിന്റെ സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ എന്തൊക്കെ ആനുകൂല്യങ്ങൾ നമുക്ക് നേടിയെടുക്കാം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ബിസിനസ് കൺസൾട്ടന്റ് എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പലപ്പോഴും പല കമ്പനികളും ഇനിഷ്യൽ പബ്ലിക് ഓഫറിന് പോകാറുണ്ട്. ഞാൻ 2004 വിഗാർഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2004 വിഗാർഡ് എന്ന സ്ഥാപനം IPOയ്ക്ക് പോകുന്നത്, ഇനിഷ്യൽ പബ്ലിക് ഓഫറിന് വേണ്ടി പോകുന്നത്. ആ സമയത്ത് ഞങ്ങള് കാവി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ബിസിനസ് കൺസൾട്ടന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തത്. അപ്പോൾ ഈ IPO എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെയാണ് കമ്പനിയുടെ വില കണ്ടെത്തുക. അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ധാരാളം പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ പ്രൊസീജിയേഴ്സ് എല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് ബിസിനസ് കൺസൾട്ടന്റിന്, ഓൺടർപ്രനേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ ബിസിനസ് കൺസൾട്ടൻസി എന്ന് പറയുന്നത് എപ്പോഴും തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് ഓഫ് ഓപ്പറേഷൻ ആണ്. വൈ ഡു വി ഗോ ഫോർ എ ബിസിനസ് കൺസൾട്ടൻസി? തീർച്ചയായിട്ടും ബിസിനസ് കൺസൾട്ടന്റ് ആയിട്ട് വരുന്നത് ഈ ഒരു മേഖലയിൽ പരിണിതപ്രജ്ഞരായ ആൾക്കാർ തന്നെയാണ്, അവരുടെ പ്രതിഭ തന്നെയാണ്. അപ്പൊ അവർക്ക് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനും ബിസിനസിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടും ബിസിനസിന്റെ ഉന്നമതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള കേപ്പബിലിറ്റീസ് ഉള്ള ആൾക്കാർ തന്നെയാണ് ഈ മേഖലയിലേക്ക് വരുന്നത്.
ടു ഫേസ് ചേഞ്ച് മാനേജ്മെന്റ്. നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച്, സിസ്റ്റം ചേഞ്ച് കൊണ്ടുവരുമ്പം അതിനെയൊക്കെ ഒബ്ജക്റ്റ് ചെയ്യാനുള്ള പ്രവണത എംപ്ലോയീസിനുണ്ട്. അത് മനുഷ്യ സഹജമാണ്. പുതിയ കാര്യങ്ങളോട് അല്പം മുഖം തിരിഞ്ഞു നിൽക്കുക എന്നുള്ള മനുഷ്യ സഹജമാണ്. അപ്പം പുറത്തുനിന്നുള്ള ഒരാൾ വന്ന് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് അഡാപ്റ്റബിലിറ്റി കൂടുതലായിരിക്കും, അക്സെപ്റ്റബിലിറ്റി കൂടുതലായിരിക്കും. പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും പഠിക്കുവാനും ഇംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെ ബിസിനസ് കൺസൾട്ടന്റ് സാധിക്കുന്നു. ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരാൻ സാധിക്കുന്നു. ബിസിനസ് കൺസൾട്ടന്റ് എന്ന് പറയുന്നതൊക്കെ തന്നെ തീർച്ചയായിട്ടും ട്രെയിനിങ് സ്കില്ലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യവസായ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ട്രെയിനിങ് നൽകാനും ഇവരെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 3 മേഖലകളെ, ബിസിനസ് ട്രെയിനിങ്ങിന്റെ 3 മേഖലകളെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തി നമുക്ക് പണം ഉണ്ടാക്കാം എന്നുള്ള കാര്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ലൈഫ് ലൈൻ MCS എന്ന സ്ഥാപനം തീർച്ചയായിട്ടും ഈ മേഖലയിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം ഉണ്ട്, TTP എന്നാണ് പറയുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ലോകോത്തര നിലവാരമുള്ള ക്വാളിറ്റിയുള്ള കണ്ടന്റോട് കൂടിയ കാര്യങ്ങളാണ് നമ്മൾ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം IIM ആയിട്ട്, IIT ആയിട്ട്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, മറ്റേത് ബിസിനസ് മാനേജ്മെന്റ് സ്കൂളിലൂടെയും കിടപിടിക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകളും സിലബസുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സുകളാണ്, പല കോഴ്സുകളുമാണ് ലൈഫ് ലൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് തീർച്ചയായിട്ടും ലഭിക്കുന്ന കാര്യം ഉറപ്പാണ്. ഓൺലൈൻ ട്രെയിനിങ്ങിന്റെ സാധ്യതകൾ തീർച്ചയായും നമുക്ക് പ്രയോജനപ്പെടുത്താം. ഓൺലൈൻ ഒരു പ്രധാനം എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വീടിന്റെ സൗകര്യം അനുസരിച്ച് നമുക്ക് ഇരുന്ന് എൻവയോൺമെന്റ് ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാൻ, യാതൊരു ഒരു ശ്രോതാവിനായിക്കോട്ടെ അല്ലെങ്കിൽ ട്രെയിനർക്ക് ആയിക്കോട്ടെ, ട്രെയിനിക്കായിട്ട് യാതൊരുവിധ പ്രഷറും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും സാധിക്കുന്ന ഒരു കാര്യമാണ് ഓൺലൈൻ ട്രെയിനിങ്. ഓൺലൈൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പൊ നമ്മൾ തന്നെ പലതരത്തിലുള്ള ലൈഫ് ലൈൻ തന്നെ പലതരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാം നടത്താറുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് സെയിൽസ് കോച്ചിങ്. നമ്മളിവിടെ ചെയ്യുന്നത് പ്രോഗ്രാം NLP സെയിൽസ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ എനിക്ക് ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചു. ഈ സെയിൽസിനെ പറ്റി എന്റെ മനസ്സിൽ വളരെ വികലമായ ഒരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. ചില സെയിൽസ് എന്ന് പറഞ്ഞ ഒരു ഹെക്ടിക് ജോബാണ്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നമുക്ക് തുടർച്ചയായിട്ടുള്ള യാത്രകൾ വേണ്ടി വരും എന്നൊക്കെയുള്ള ധാരണ. പക്ഷെ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് കോച്ച് ഈ ഒരു NLP ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ഇൻ സെയിൽസ് മാസ്റ്ററി എന്ന പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ശേഷം സെയിൽസിനെ കുറിച്ചുള്ള ധാരണകൾ പൂർണ്ണമായിട്ട് മാറിയെന്ന് മാത്രമല്ല ഒരു സെയിൽസ് മാനേജറായി മാറാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഞാനിപ്പോ ഒരു ബഡ്ഡിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു തുടക്കത്തിലാണ്. അപ്പൊ തീർച്ചയായിട്ടും സെയിൽസ് എന്ന് പറയുന്നത് ഫ്യൂവലാണ്. ഓരോ ഇൻഡസ്ട്രിയുടെയും ഫ്യൂവലാണ് സെയിൽസ്. നമ്മൾ എന്ത് പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാലും അത് വിൽക്കാൻ സാധിച്ചില്ല എങ്കിൽ റവന്യൂ വരത്തില്ല. അപ്പം തീർച്ചയായിട്ടും സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു ടോപ്പ് മാനേജ്മെന്റ് അടുത്തുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. നമ്മളൊരു പ്രൊഡക്റ്റുമായിട്ട് ഒരു കസ്റ്റമറെ കാണാൻ പോവുകയാണ്. അപ്പൊ കസ്റ്റമറിന്റെ എനർജി ലെവൽ വളരെ കുറവായിരിക്കും. പക്ഷെ നമ്മുടെ എനർജി ലെവൽ വളരെ കൂടുതലായിരിക്കും. നമ്മൾ സാധനം വിൽക്കാനുള്ള ആ ഒരു ആർജവത്തോടു കൂടിയാണ് പോകുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും കസ്റ്റമേഴ്സ് നമ്മുടെ ആ ഒരു എനർജിയിലേക്ക് വരണമെന്നില്ല. അപ്പൊ അദ്ദേഹത്തിനാണ് നമ്മുടെ ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന്റെ ബിസിനസിനെ പറ്റി ചോദിക്കാം, എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റൂമിലുള്ള എന്തെങ്കിലും അക്രിഡിറ്റേഷൻസ് സർട്ടിഫിക്കറ്റ്സ് മറ്റോ ഉണ്ടെങ്കിൽ അതേപ്പറ്റി ചോദിക്കാം. അതേപ്പറ്റി ചോദിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിയുമ്പം ഈ കേൾക്കുന്ന ആളുടെ ശരിക്കും വാചാലനാവും, അദ്ദേഹത്തിന്റെ എനർജി ലെവൽ കൂടി വരും. അപ്പൊ അങ്ങനെ കൂടി വരുമ്പം തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി പറയാൻ സാധിക്കും. അതിന് പോകാന്നാണ് പറയുന്നത്. പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ആദ്യം സംസാരിക്കും. നമ്മൾ ഒരിക്കലും പോയിട്ട് നമ്മൾ ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കാൻ പാടില്ല. ആദ്യം പേഴ്സണൽ, പിന്നെ ഒഫീഷ്യൽ, പിന്നെ ഗോൾ എന്താണ്, അതനുസരിച്ചുള്ള ഒബ്ജക്റ്റീവ് എന്താണ് നമ്മൾ കണ്ടെത്തുക. അതിന് പോകോ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ FAB എന്ന് പറയും. അതായത് ഫീച്ചേഴ്സ് പറയുന്നതിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അതിന്റെ ബെനിഫിറ്റ്സ് പറയണം. ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് കസ്റ്റമേഴ്സിന് എന്ത് ഗുണങ്ങളാണ് ലഭിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു പ്രവണത കാണിക്കും.
അതുപോലെ തന്നെ മാൻ ഉള്ളിടത്ത് നമ്മൾ പോയി സംസാരിക്കണമെന്ന് പറയാറുണ്ട്. എന്താണ് മാൻ? മണി, അതോറിറ്റി ആൻഡ് നീഡ്. നമ്മൾ ഒരു കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പോകുന്നു. നമ്മൾ ആ കമ്പനിയിൽ ഒരു മാനേജറോട് സംസാരിച്ച് കുറെ സമയം ചെലവഴിച്ച ശേഷം മാനേജർ പറയാണ്, എന്റെ ബോസ് വരണം, ബോസിന് മാത്രമേ ഡിസൈഡ് ചെയ്യാനുള്ള അതോറിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ സമയം മൊത്തം വേസ്റ്റ് ആയി അല്ലേ? ബോസ് അടുത്ത ആഴ്ച വരാൻ പോണത്, അപ്പൊ അടുത്ത ആഴ്ച നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പം മാൻ ആൻഡ് അതോറിറ്റി ആൻഡ് നീഡ് ഉള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. തീർച്ചയായിട്ടും സൈക്കോളജിക്കലായിട്ടുള്ള അപ്രോച്ചുകളോടുകൂടി എങ്ങനെ നമ്മുടെ സെയിൽസ് നമ്മുടെ ബൂസ്റ്റ് ചെയ്യപ്പെടാൻ പറ്റും എന്നുള്ളതിനെ പറ്റി വളരെ വ്യക്തമായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് NLP സെയിൽസ് മാസ്റ്ററി. ഇത് അടുത്ത മാസം നവംബർ 6, 7, 8 തീയതികളിലാണ് നമ്മൾ ഗ്ലോബൽ പ്രോഗ്രാം ആയിട്ടാണ് ഇപ്രാവശ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു പെരിമീറ്ററിൽ, ഗ്ലോബൽ പെരിമീറ്ററിൽ തന്നെ വിസിബിലിറ്റി ഉണ്ടാവും. തീർച്ചയായിട്ടും മറ്റുള്ള കൺട്രീസിൽ നിന്നൊക്കെ ഉള്ള പാർട്ടിസിപ്പൻസ് തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവരൊക്കെയായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരമാണ് നമുക്ക് തുറന്നു കിട്ടാൻ പോകുന്നത്. ഇതുപോലെ ഒരു പ്രോഗ്രാമാണ് എന്റർപ്രണർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം. ഇപ്പോൾ ഇതിന് ലൈഫ് ലൈൻ MCS തന്നെ നമുക്ക് തന്നെ ഇതിന് BMS എന്നാണ് പറയാം, ബില്യണിയർ മൈൻഡ് സെറ്റ് പ്രോഗ്രാമിംഗ്. ബില്യണിയർ മൈൻഡ് സെറ്റ് പ്രോഗ്രാം 1 മുതൽ 10 വരെയുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളുള്ള. നേരത്തെ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് BMS നമ്പർ 2 ആണ്. അപ്പം ഇത് കഴിഞ്ഞ 2 മാസം മുന്നേ BMS 1 ഇഗ്നൈറ്റർ എന്നൊരു പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പൊ ബിസിനസ് എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്, ഒരു ജസ്റ്റേഷൻ പീരീഡിൽ നിന്ന് എങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു നല്ലൊരു ഫ്ലറിഷിംഗ് സ്റ്റേജിലേക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ എനിക്ക് ലഭിക്കുകയുണ്ടായി. 100ഓളം ബിസിനസ് മോഡൽസിനെ പറ്റി പഠിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഏകദേശം 70ഓളം റവന്യൂ മോഡൽസിനെ പറ്റി പഠിക്കാൻ സാധിച്ചു. വളരെ നല്ലൊരു പ്രോഗ്രാമാണ് ബിസിനസ് മൈൻഡ് സെറ്റ് പ്രോഗ്രാം. ഈ പ്രോഗ്രാമും അടുത്ത മാസങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപറ്റിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ലൈഫ് ലൈനിൽ ലഭിക്കാം. അല്ലെങ്കിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ എന്റെ ക്രെഡൻഷ്യൽസ് അവസാനത്തെ പേജിൽ സ്ലൈഡ്സിൽ ഇടുന്നുണ്ടാവും. ചേഞ്ച് മാനേജ്മെന്റ് ട്രെയിനിങ്, ലൈഫ് കോച്ചിങ് ട്രെയിനിങ്, സക്സസ് കോച്ച് ട്രെയിനിങ്. ജീവിതത്തിൽ എങ്ങനെയാണ് വിജയം വരിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നൽകുന്ന ഒരു കോച്ചിങ് സക്സസ് കോച്ച്. അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ് കേപ്പബിലിറ്റീസ്, പബ്ലിക് സ്പീക്കിംഗ് കോച്ചിങ്. നേഴ്സറി കുട്ടികൾ മുതൽ CEO വരെയുള്ള ആൾക്കാർക്ക് വേണ്ട ഒരു ആവശ്യമായ കാര്യമാണ് പബ്ലിക് സ്പീക്കിംഗ് കോച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ആശയങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ അത് ഒരു പബ്ലിക്കിന്റെ മുന്നിൽ നമുക്ക് അവതരിപ്പിക്കാനുള്ള കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണമെന്നില്ല. പബ്ലിക്കിന്റെ മുന്നിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വിറവലായി, അല്ലെങ്കിൽ ശ്വാസം കിട്ടുന്നില്ല, പുറത്തേക്ക് ശബ്ദം വരുന്നില്ല, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് പബ്ലിക് സ്പീക്കിംഗ് കോച്ചിങ്. സ്ട്രെസ് മാനേജ്മെന്റ്, ഇപ്പോൾ ഉള്ള മനുഷ്യരുടെ എല്ലാം കാണുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്. എങ്ങനെ സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന കോഴ്സ്. ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് ട്രെയിനിങ്, റിലേഷൻഷിപ്പ് കോച്ചിങ്, ബിസിനസ് ട്രെയിനർ TTP, എക്സ്പോർട്ട് ഇമ്പോർട്ട് റൂൾസ് ട്രെയിനിങ്, ബിസിനസ് ട്രെയിനിങ്. ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ട്രെയിനിങ് കൊടുക്കാവുന്നതാണ്. ഓൺലൈനിലൂടെ ട്രെയിനിങ് കൊടുത്തിട്ട് നമുക്ക് ഈ മേഖലയിലെല്ലാം നമുക്ക് നൈപുണ്യം കൈവരിക്കാവുന്നതാണ്. എന്റെ പ്രസന്റേഷന്റെ നമ്മളിപ്പോ അവസാന ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ഇന്റർനെറ്റിൽ ഉപയോഗിക്കാവുന്ന കുറച്ച് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ. പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇ-കൊമേഴ്സിനെ പറ്റി. എന്താണ് ഇ-കൊമേഴ്സ്? എങ്ങനെയാണ് ഇ-കൊമേഴ്സ് ചെയ്യാൻ പറ്റുക? ശരിക്കും ഇ-കൊമേഴ്സ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് ഒരു വെബ്സൈറ്റ് ആവശ്യമായിട്ടുണ്ട്. ഒരു .com അല്ലെങ്കിൽ .org അല്ലെങ്കിൽ .in ഒരു സൈറ്റ് ആവശ്യമായിട്ടുണ്ട്. ഷോപ്പിഫൈ പോലുള്ള സൈറ്റുകൾ തീർച്ചയായിട്ടും നമുക്കതിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് നമുക്ക് ഷോക്കേസ് ചെയ്യാവുന്നതാണ്. പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അതിന്റെ വിവരണങ്ങൾ നൽകുക, അതിന്റെ കോസ്റ്റ് നൽകുക, അതിനുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സൈറ്റിൽ നമുക്ക് കോൺഫിഗർ ചെയ്യാം. അതുപോലെ ഓൺലൈൻ പേയ്മെന്റ്,
പലപ്പോഴും നമ്മൾക്ക് ഒരു കസ്റ്റമർ നമ്മുടെ സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പേയ്മെന്റ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാനായിട്ടുള്ള വളരെയധികം ഗേറ്റ് വേസ് ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പം ഇൻസ്റ്റാമോജോ പോലുള്ള ഗേറ്റ് വേസ് ഇപ്പൊ കിട്ടും. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ കോൺഫിഗർ ചെയ്ത് നമ്മുടെ സൈറ്റ് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കുമായിട്ട് അത് അറ്റാച്ച് ചെയ്യാം. അപ്പൊ കസ്റ്റമർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ബാങ്കിൽ ആ പേയ്മെന്റ് ക്രെഡിറ്റ് ആവും. അതുപോലെ ഡെലിവറി സിസ്റ്റം, ഈ കൊമേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഡെലിവറി. പ്രോംപ്റ്റ് ആയിട്ട് ഒരു കസ്റ്റമർ നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രോംപ്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഡെലിവറി ചെയ്യണമെന്ന് നമുക്ക് തന്നെ ഡെലിവറി സിസ്റ്റം വേണമെന്നില്ല. നമുക്ക് കൊറിയർ കമ്പനികളായിട്ട് നമുക്ക് അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാം. അപ്പൊ അവരുടെ തന്നെ നമ്മുടെ സൈറ്റിൽ നമുക്ക് API സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഒരു കസ്റ്റമർ നമ്മുടെ സൈറ്റിൽ കയറി ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഇൻഫർമേഷൻ കിട്ടും. ഇന്ന സാധനം ഇന്ന കസ്റ്റമർ ആവശ്യപ്പെടുന്നുണ്ട്, ഡെസ്റ്റിനേഷൻ ഇതാണെന്നുള്ള ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ നമ്മുടെ വെയർ ഹൗസിൽ ആ ഒരു സാധനം റെഡി ആയി കഴിഞ്ഞാൽ അവിടെ വന്ന് പിക്ക് ചെയ്തിട്ട് കസ്റ്റമേഴ്സ് കൊടുക്കാനായിട്ടുള്ള ഒരു സാധ്യത ആണ് ഇതിലൂടെ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇ കൊമേഴ്സിൽ എനിക്കൊരു ഓൾറെഡി തന്നെ ഒരു സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി തന്നെ എനിക്കൊരു ഷോപ്പ് ഉണ്ട്, എനിക്കൊരു ERP ഉണ്ട്, അല്ലെങ്കിൽ ഒരു സാബ് സിസ്റ്റം ഉണ്ട്, എങ്ങനെയാണ് അതിനെ ഇ കൊമേഴ്സ് ലിങ്ക് ചെയ്യാൻ പറ്റുമോ? എന്റെ കടയിൽ നിന്ന് ഒരാൾ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റോക്ക് കുറയും എന്നൊക്കെ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു സൈറ്റിനെ നമുക്ക് നമ്മുടെ കറണ്ട് സിസ്റ്റമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, അതിനെ കോൺഫിഗർ ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് സാധനങ്ങൾ കുറയുമ്പോൾ അതനുസരിച്ച് ഇ കൊമേഴ്സ് സൈറ്റിലും അതിന്റെ സ്റ്റോക്ക് കുറയും. ആ ഒരു കോൺഫിഗറേഷൻ സാധ്യമാണ്. പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് വെബ്സൈറ്റ് ആണോ ആവശ്യം, അതായത് മൊബൈൽ ആപ്പാണ് ആവശ്യം ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് വേണോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വേണോ എന്നുള്ളത്. അപ്പം റിക്കറിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ മൊബൈൽ ആപ്പാണ് എപ്പോഴും നല്ലത്. അപ്പൊ കയ്യിൽ കൊണ്ട് നടക്കുന്ന മൊബൈൽ ആപ്പിലാണ് കൊണ്ട് പെട്ടെന്ന് കസ്റ്റമേഴ്സിനെ അതിനെ ആക്സസ് ചെയ്യാനും ഓർഡർ ചെയ്യാനും സാധിക്കുന്നു. അതേസമയം വളരെയധികം വെലോസിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ വെബ്സൈറ്റ് മതിയാവും. അതുപോലെ നമ്മൾ വൺസ് ഒരു ഇ കൊമേഴ്സ് സൈറ്റ് നമ്മൾ കോൺഫിഗർ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയ സൈറ്റുകളെല്ലാം ഫേസ്ബുക്ക് പോലെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലെ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പോലെയുള്ള സൈറ്റുകളെല്ലാം നമ്മൾ ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്യണം. അവിടെ എല്ലാം ഒരു പേജ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി നമ്മുടെ എന്താ പറയാ നമ്മുടെ സർവീസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പൊ ആൾക്കാർക്ക് ഈ കസ്റ്റമേഴ്സിന് ഇതിന് ഇൻഫർമേഷൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതേപ്പറ്റി അറിയാനായിട്ടും അതിൽ കോൾ ടു ആക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ വാട്സപ്പുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ വാട്സപ്പ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലേക്ക് മെസ്സേജ് കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കോൺഫിഗറേഷനുള്ള എല്ലാ അവസരങ്ങളും ഇപ്പം ഉണ്ട്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഗൂഗിൾ ബിസിനസ്. ബിസിനസ് ഫോർ ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിൾ ഫോർ ബിസിനസ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ നമുക്ക് അതിനകത്ത് കോൺഫിഗർ ചെയ്യാം. ഇപ്പം ഗൂഗിൾ മാപ്പ് വഴി കോൺഫിഗർ ചെയ്യാൻ സാധിക്കും. അതുപോലെ കട എപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത്, എപ്പോഴാണ് തുറക്കുക, എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ ഗൂഗിൾ ഫോർ മൈ ബിസിനസ് എന്ന സിസ്റ്റത്തിൽ നമുക്ക് അതിനെ കോൺഫിഗർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. നമ്മുടെ ഒരു കസ്റ്റമർ ഒരു കാര്യത്തെ പറ്റി നമ്മൾ സെർച്ച് ചെയ്യുകയാണ് ഗൂഗിളിൽ. അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരേണ്ടത് നമ്മുടെ കമ്പനിയുടെ പേരായിരിക്കണം. അതിനെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള കീവേഡ്സുകളൊക്കെ നമ്മുടെ സൈറ്റിൽ കോൺഫിഗർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ വരത്തുള്ളൂ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അടുത്തതായിട്ട് വാട്സപ്പിന്റെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. വാട്സപ്പിൽ നമ്മൾ പലപ്പോഴും പല ഇൻഫർമേഷൻ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഇൻഫർമേഷൻസ് ഒക്കെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ മറ്റ് പല ഇൻഫർമേഷന്റെയും സ്പ്രെഡിങ്ങിലോട് കൂടി തന്നെ ഈ നമ്മൾക്ക് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നമുക്ക് മറിഞ്ഞു പോകാറുണ്ട്. അപ്പൊ അങ്ങനെ മറിഞ്ഞു പോകാതെ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മീ ഒൺലി ഗ്രൂപ്പ്. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. പലപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിൾ ഇമേജസ് നമ്മൾ ഇമേജസ് എടുക്കാറുണ്ട്. ഈ ഗൂഗിൾ ഇമേജസ് പലപ്പോഴും
അതിന് കോപ്പിറൈറ്റ്സ് ഉള്ള ഇമേജസ് ആയിരിക്കും അത് ചിലപ്പോൾ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ കോപ്പിറൈറ്റ്സ് ഒന്നും ഇല്ലാതെ കിട്ടുന്ന ഒരു സൈറ്റാണ് pixels.com, pixabay.com. ഈ രണ്ട് സൈറ്റിൽ കൂടി നമുക്ക് കോപ്പിറൈറ്റ്സ് ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള ഇമേജസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ട്രാൻസ്ക്രൈബ് എന്ന് പറയുന്ന സൈറ്റ് നമ്മൾ കൊടുക്കുന്ന നമ്മൾ സ്പീച്ച് കൊടുത്തുകൊണ്ട് ആ സ്പീച്ചിനെ നമ്മൾ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സൈറ്റാണ് transcribe.com. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ ചെയ്യാവുന്ന മൊബൈൽ ഫോൺ സ്ക്രീൻ റെക്കോർഡർ ആയിട്ടുള്ള സൈറ്റാണ് ഒരു ആപ്പാണ് AEZ സ്ക്രീൻ റെക്കോർഡർ. canva.com നിങ്ങൾക്ക് അറിയായിരിക്കും, പലപ്പോഴും നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ബ്രോഷേഴ്സ് അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ് canva.com. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുകൾ റിമൂവ് ചെയ്യാനുള്ള നമുക്കൊരു ഒരു ഇമേജ് കിട്ടി നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അപ്പൊ അത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഇപ്പം remove.com എന്ന് പറയുന്ന സൈറ്റിൽ .bg എന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇമേജിന്റെ ആണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പൊ എനിക്ക് ഇവിടെ റിമൂവ് ചെയ്യേണ്ട ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇമേജ് ഞാനിപ്പോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ഒരു ഇമേജാണ് എനിക്ക് റിമൂവ് ചെയ്യേണ്ടത്. മമ്മൂട്ടിയുടെ ഫിഗർ മാത്രമാണ് എനിക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ഒരു സൈറ്റിൽ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിക്കും. remove.bgയിൽ പോവുക, ആ ഒരു ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റിമൂവ് ചെയ്ത് തന്നു. നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് സാധാരണഗതിയിൽ നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാനുള്ള ഒരു അവസരം നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. റെൻഡർ ഫോറസ്റ്റ് എന്ന സൈറ്റ് ഉണ്ട്. ഇന്റർനെറ്റിന്റെ മുന്നിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സാഗരം നമുക്ക് മുന്നിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ മുതലാക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്, ഓരോരുത്തരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഒരു കഥ ഞാനിപ്പോ എന്റെ പ്രസന്റേഷന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കൊരു ചെറിയൊരു കഥയോട് കൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഒരിക്കലും ഒരു ഗുരു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോടൊപ്പം ഒരു മരച്ചുവടി ഇരിക്കുകയാണ്. ഗുരു എന്ന് പറയുമ്പോൾ വളരെയധികം പ്രായമുള്ള ആളാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ ബൗദ്ധിക നിലവാരം കൊണ്ട് അദ്ദേഹം യൗവനത്തിലാണ്. അതേസമയം ശിഷ്യന്മാരാകട്ടെ ഭൗതിക നിലവാരത്തിൽ വാർദ്ധക്യത്തിലുമാണ്. വളരെ നാളത്തെ പരിശീലനം കൊണ്ട് ശിഷ്യന്മാർ ഗുരുവിനെ പോലെ യൗവനയുക്തരായി മാറുന്നു. അപ്പോൾ കുറെ നാൾ കഴിഞ്ഞ ശേഷം ശിഷ്യന്മാർക്ക് തോന്നല് നമ്മുടെ ഗുരുവിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന് ഒരു തോന്നല്. അപ്പൊ അവരെന്ത് ചെയ്തു, അവരുടെ കയ്യില് ഒരു സ്പാരോ, ഒരു കുരുവിയുമായിട്ട് വന്നിട്ട് കയ്യിലിങ്ങനെ അവരിങ്ങനെ ഒതുക്കി പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, ഗുരുവിനെ കാണാതെ കൈക്കുള്ളിലാക്കിക്കൊണ്ട് കൈകൂപ്പി നിൽക്കുകയാണ്, കൈക്കുള്ളിൽ കുരുവി ഇരിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, ഗുരു ഈ കുരുവിക്ക് ജീവനുണ്ടോ എന്ന്. അപ്പൊ ഗുരുവിന് മനസ്സിലായി, ഞാൻ ജീവൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഓപ്പൺ ആകും, കുരുവി പറന്നു പോകും. ജീവൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ശ്വാസം മുട്ടിച്ച് കുരുവിനെ കൊല്ലും. ഇതാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ ഗുരു വളരെ എന്താ പറയുക, നയപരമായിട്ട് ആൻസർ പറഞ്ഞു, ഈ കുരുവിയുടെ ജീവിതം നിങ്ങളുടെ കൈകളാണ്. ഇഫ് യു വാണ്ട് ടു മേക്ക് ഇറ്റ് ലീവ്, യു ക്യാൻ മേക്ക് ഇറ്റ് ലീവ്. ഇഫ് യു വാണ്ട് ടു മേക്ക് ഇറ്റ് ഡൈ, യു ക്യാൻ മേക്ക് ഇറ്റ് ഡൈ. സോ അതുപോലെ തന്നെ നമ്മുടെ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു വലിയ സാധനം നമ്മുടെ മുന്നിലുണ്ട്. അത് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കൈകളാണ് ഇരിക്കുന്നത്. അതിന്റെ വേണ്ട രീതി ഉപയോഗപ്പെടുത്തുക, ആ ഒരു
ഈ ഒരു ഇന്റർനെറ്റിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി നമുക്ക് എങ്ങനെ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം, നമ്മുടെ പേഴ്സണൽ പ്രോസ്പെറിറ്റിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം, നമുക്ക് മണി ഉണ്ടാക്കാനായിട്ട് ഉപയോഗപ്പെടുത്താം. ഇതെല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാം. അതിന്റെ അതിനകത്ത് അതുപോലെ തന്നെ അതിനകത്ത് വളരെ വളരെ ചീത്തയായ വശങ്ങളുമുണ്ട്. ചീത്തയായ വശങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നല്ല വശത്തിലൂടെ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള വിചാരം. എന്നെ ഇത്ര നേരം കേട്ടു നിന്ന് ഓരോരുത്തർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നന്ദി, നമസ്കാരം. Over to Parida Madam. Thank you everyone for listening to Mr. Sivaprasad. I think it was a very beautifully presented topic, and I think he already has many appreciations on the chat. I mean, I wouldn't want to summarize what he said because he was screen sharing, so you must have gotten all the points. But I like to repeat that if left alone to handle online, we will struggle and we will lose a lot of precious time. So why not get into training, have a trainer, have a coach to guide you, and have a team of friends to work together. It's like swimming classes. We can always buy a book and learn all the strokes, but unless we go to a pool and have someone to guide us, a parent or a coach, we wouldn't really learn swimming the way it should be. Many people, they float, but they don't know the strokes. But if you go to a good swimming coach, you learn all the strokes there is to learn in swimming. So it's the same with online business. Now, tomorrow we have Mrs. Sandhya Rajani. It's somewhat a continuation of today's topic. It's also on online business ideas. So please come join us tomorrow. And one final word from me is, you know, every day some people, they mock at us. They say, oh, every day is some kind of a day. Yesterday was Students' Day. Today is, World Food Day. And what is this? No, I don't believe so. I feel that all these days that it's a wake-up call to us. We are reminded about so many things that we don't have time to ponder. So a reminder for us, like simple. We may not understand, the big talk about World Food Day and all, but we are reminded, share our food, look out for people who are not as blessed as we are, and we set role models for our children to follow. I still remember whatever I learned about charity and giving and all is all credit to my mother. So it comes naturally to us as adults, knowingly or unknowingly, we continue that spirit of giving. So here we are reminded about food. So please look into your neighborhood, into your streets. Is there anyone that we can help? You know, there was a time, that famous saying, Attara Patni Karundo, those days are not there anymore. So, we have a different way of doing it. Okay. So, bye-bye everyone. See you tomorrow.